السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖാണ് അവനെക്കുറിച്ച് സംസാരിക്കാനും അവന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പഠിക്കാനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നു എന്നുള്ളത്. ഇതുകൊണ്ടുള്ള നേട്ടവും ഉപകാരവുമെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുക അല്ലെങ്കിൽ ബോധ്യപ്പെടുക ഇതൊന്നും ലഭിക്കാതെ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെ കാണുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും പല നാടുകളിലും പല ആളുകളെയും ഇതുപോലെ ദീനിയായിട്ട് ഒരു ദർസിന് പങ്കെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നിനും അവസരമില്ലാത്ത ആളുകൾ അവരുടെ വിഷമം പറയുമ്പോഴാണ് നമുക്കൊക്കെ അതിന്റെ ഒരു യാഥാർത്ഥ്യവും ഈ ഒരു അനുഗ്രഹവും മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ അള്ളാഹുവിനോട് സ്തുതിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിർബന്ധമായും നാം അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ശ്രദ്ധ കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി തന്നെ നാം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒന്ന് ഇൽമാണ്, രണ്ട് അമലാണ്. ഒന്ന് അറിവ്, രണ്ട് കർമ്മം, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത്. എന്താണ് ഈ രണ്ട് കാര്യങ്ങളുടെ പ്രസക്തി, അല്ലെങ്കിൽ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാനുള്ള കാരണം? ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇവിടെ ജനിച്ച് വീണ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും, ഇപ്പൊ ഞാനാവട്ടെ നിങ്ങളാവട്ടെ, പല പ്രായത്തിലാണ്, പല ഉദ്യോഗത്തിലാണ്, പല അറിവുകളുള്ളവരാണ്, പല കഴിവുകളുള്ളവരാണ്, പല ശക്തിയുള്ളവരാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ, ഇതെല്ലാം ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടാണ് നമ്മളൊക്കെ ഇന്നൊരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റുള്ള എല്ലാ തിരക്കുകളിലും, നമ്മുടെ ജോലി, കുടുംബം, കച്ചവടം, അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്ത കൊടുക്കുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, എന്തിനാണ് ഈ ലോകത്ത് ഇത്രയധികം സൃഷ്ടികൾ അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ, എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നേ വേണം. കാരണം ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, എനിക്കറിയാലോ എന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന്, ഞാനിപ്പോ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം എന്താണ്, അതിനെക്കുറിച്ചിട്ട് ഞാൻ അറിയേണ്ട ആവശ്യം എന്താണെന്ന് ചിലർക്കെങ്കിലും തോന്നും. എന്നാൽ ഈ ലക്ഷ്യം മറന്നുപോയി തുടങ്ങുമ്പോഴാണ് ഒരു മനുഷ്യൻ വഴികേടിലാകുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് വളരെയധികം ദീനിയായിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന, നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളുണ്ട്. വളരെയധികം ദീനി രംഗത്ത് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് ദീനിൽ നിന്ന് പുറത്തായ അവസ്ഥയിൽ, അഥവാ കാഫിറായിട്ടുള്ള അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിൽ ആളുകൾ മാറിയിട്ടുണ്ട്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ ദീനിൽ ഉറപ്പിച്ചു ചേർത്തട്ടെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവർക്കതൊക്കെ അറിഞ്ഞിട്ടും ഈ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ബോധത്തിൽ നിന്ന്, ആ ഒരു ചിന്തയിൽ നിന്ന് മറവി സംഭവിക്കുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പൊക്കെ നടത്തിയത് എന്തിനാണ്? അല്ലെങ്കിൽ നമ്മളിവിടെ ജനിച്ചു വീണതും നമുക്ക് ചുറ്റുമുള്ള ആകാശഭൂമികൾ, അതുപോലെ തന്നെ ഓരോ ജന്തുജീവജാലങ്ങളും, ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും ഇതെല്ലാം ഉണ്ടായിട്ടുള്ളതും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ്. രണ്ട് കാരണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൃഷ്ടിപ്പിന്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ, അതൊരിക്കലും മറക്കരുത്.
അതിന് തെളിവായിട്ട് പറയുന്ന ഈ 2 ആയത്തുകൾ, ഇനി ഖുർആനിൽ നമുക്ക് ഹിഫ്ളില്ലാത്ത ഭാഗമാണെങ്കിൽ കൂടി ഈ ആയത്തുകൾ ഹിഫ്ളാക്കണം. നമ്മൾ നമ്മോട് തന്നെ പറയേണ്ട, അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് നമ്മൾ നമ്മോട് തന്നെ ഓർമ്മിപ്പിക്കേണ്ട 2 ആയത്തുകളാണിത്. ഒന്നാമത്തെ ആയത്ത് സൃഷ്ടിപ്പിന്റെ കാരണം, അല്ലെങ്കിൽ എന്തിനാണ് അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് പറയുന്ന ഒന്നാമത്തെ ആയത്ത് സൂറത്തു ത്വലാഖിലെ 12ാമത്തെ ആയത്താണ്, അവസാനത്തെ ആയത്താണ്. ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമൂ أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. الله بريانا الله الذي خلق 7 سماوات. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. വമിനൽ അർളി മിസ്ലഹുൻ, അതുപോലെ തന്നെ ഭൂമികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. യതനസ്സലുൽ അംറു ബൈനഹുൻ, അതിനിടയിലുള്ള ഓരോ കാര്യങ്ങൾ, ഒരു ഇല ഒരു വൃക്ഷത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള, ഈ ഭൂമിയിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതാണ് ഇവിടെ ഇറങ്ങുന്നത്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. യതനസ്സലുൽ അംറു ബൈനഹുൻ, ഈ ആകാശഭൂമികൾക്കിടയിൽ. എന്നിട്ട് എന്തിനും അള്ളാഹു തആല പറയാണ് ലിതഅലമൂ. ആ ലാമിന് അറബി ഭാഷയിൽ ലാമു തഅലീൽ എന്ന് പറയും. ഒരു കാര്യം പറഞ്ഞിട്ട് കാരണം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാമാണത്. ലിതഅലമൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാൻ വേണ്ടി, നിങ്ങൾക്ക് അറിവുണ്ടാകാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി, അതാണ് അതിന്റെ അർത്ഥം. ലിതഅലമൂ, നിങ്ങൾ അറിയാൻ വേണ്ടി. എന്താണ് അറിയേണ്ടത്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം وأن الله بكل شيء وأن الله قد أحاط بكل شيء علما, എല്ലാ കാര്യത്തിനെയും കുറിച്ചിട്ടുള്ള അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിപൂർണമായി അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ ഇൽമിൽ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ. ഒന്ന് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ കഴിവ്. 2 അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ അറിവ്. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഈ 2 കാര്യങ്ങൾ ഒരു അടിമക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഒരാൾക്ക് ബോധ്യപ്പെടുന്ന, കാരണം അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കില്ല, അള്ളാഹുവിന്റെ മേലല്ലാതെ ഒരാളുടെ മേലെയും വരവേൽപ്പിക്കില്ല, അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയപ്പെടില്ല, അള്ളാഹുവിനല്ലാതെ ഒരാളുടെ മേലെയും പ്രതീക്ഷ വെക്കില്ല. അവന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് മതിയായവനാണെന്ന് അവന് ബോധ്യപ്പെടും. നമ്മൾ എന്തിനാ ഇപ്പൊ ആളുകള്, ചില മനുഷ്യർ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളിലേക്ക് പോകുന്നതിന് അവരുടെ കാര്യം നടക്കാനാണ്, അവരുടെ ആവശ്യം നേടാനാണ്. പക്ഷെ എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു മനസ്സിലാക്കിയാൽ അതോടെ തീർന്നു. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ അറിവ് എല്ലാത്തിനെയും ചൂഴ്ന്നിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ അവൻ ഏതവസ്ഥയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കും? അവൻ ഒറ്റക്കാണ്, ഒരാളും കാണാനില്ല, ഒരാളും അറിയാനില്ല എന്നുള്ള ഏതൊരവസ്ഥയിലാണെങ്കിലും അള്ളാഹു അറിയും എന്നുള്ള ബോധം, അവന്റെ വിശ്വാസവും അവന്റെ കർമ്മങ്ങളും ശരിയാകും. അപ്പൊ അവിടെ വിഷയം എന്താ? ലിതഅലമൂ, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സൃഷ്ടിപ്പിന്റെ കാരണമായിട്ട് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് സൂറത്തു ദാരിയാത്തിലെ 56ാമത്തെ ആയത്താണ്. അതൊരു പക്ഷെ നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആയത്താണ്. എന്താണത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടേ ഇല്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അഥവാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ലിയുവഹിദൂൻ, അവനെ മാത്രം ആരാധിക്കാൻ, അതിനുള്ള ഇബാദത്തുകൾ ചെയ്യാൻ, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ. ഈ 2 ആയത്തുകൾ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യങ്ങളായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ആയത്തിൽ സൂറത്ത് ത്വലാഖിലെ 12ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഇൽമാണ്. അതിനെ പണ്ഡിതന്മാർ പറയുന്ന പേരാണ് തൗഹീദുൽ ഇൽമി എന്ന് പറയും. തൗഹീദുൽ ഇൽമി അല്ലെങ്കിൽ തൗഹീദുൽ മഅരിഫതി വൽ ഇസ്ബാത്ത് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിവുമായി ബന്ധപ്പെട്ട തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിനുള്ളതാണ്
എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള അള്ളാഹുവിനെ കുറിച്ച് അറിയുക. അതാണ് ഒന്നാമത്തേത് പറഞ്ഞത്. രണ്ടാമത്തേത് പറഞ്ഞ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ള ആയത്തിനെ പണ്ഡിതന്മാർ പറഞ്ഞു തൗഹീദുൽ അമലി അല്ലെങ്കിൽ തൗഹീദുൽ ഇറാദതി വത്തലബ്, കർമ്മം ചെയ്യുന്ന വിഷയത്തിലുള്ള തൗഹീദ്, അതല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള തേടുന്ന ഇബാദത്തുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന തൗഹീദ്. അതാണ് രണ്ടാമത്തേത്. തൗഹീദിനെ രണ്ടായി തിരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഈ നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ മൂന്നായി പറയാറുണ്ട്. അത് റുബൂബിയത്തും അസ്മാഉ സിഫാത്തുമായിട്ട് പറയാറുണ്ട്. അത് രണ്ടും എന്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്? തൗഹീദുൽ ഇൽമിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. രണ്ട് രീതിയിൽ പറഞ്ഞാലും പ്രധാനപ്പെട്ട ആശയം ഈ രണ്ട് കാര്യങ്ങളാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മളെയും നാം ഈ കാണുന്ന ആകാശഭൂമികൾക്കിടയിലുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ, കടലോ കാടോ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ മൃഗങ്ങളോ പക്ഷികളോ മത്സ്യങ്ങളോ, അങ്ങനെ നമ്മൾ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഈ രണ്ട് ഉദ്ദേശത്തിനാണ്. ഒന്ന് അല്ലാഹുവിനെ അറിയാനും, രണ്ട് അല്ലാഹുവിനെ ആരാധിക്കാനും. ഒന്ന് അറിവിനും, ഒന്ന് കർമ്മത്തിനും. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശമാണ് അറിവും കർമ്മവും എന്നുള്ളത്. ഇനി രണ്ടെണ്ണത്തിനെയും വേർതിരിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് അറിവാണ്, ഇൽമുണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊക്കെ ജീവിതത്തില് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തില് അറിവുള്ള ആളും ആ വിഷയത്തിൽ അറിവില്ലാത്ത ആളും ഒരുപോലെയാവോ? ഇപ്പോ നമ്മളെ ദീനിയായ ഇൽമിന് ശേഷം ഏറ്റവും ഫضലുള്ള ശ്രേഷ്ഠമായ ഇൽമ് എന്ന് ഉലമാക്കൾ പറയാറുള്ളത് തിബ്ബി ആയിട്ടുള്ള ഇൽമാണ്, അഥവാ മെഡിക്കൽ വൈദ്യശാസ്ത്രത്തിന്റെ ഇൽമാണ്. കാരണം ദീനിയായ ഇൽമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഖൽബിനെ നന്നാക്കുന്ന, അവന്റെ പരലോകം നന്നാക്കുന്നതാണ്. തിബ്ബിയായ ഇൽമ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തെ നന്നാക്കുന്ന, അവന് ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഇൽമ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു അസുഖം വന്നു, ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഡോക്ടർക്ക് ആ വിഷയത്തിൽ അറിവുള്ളത് കൊണ്ട് ആ ഡോക്ടർക്കുള്ള ഒരു സ്ഥാനം, അല്ലെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനുള്ള ഒരു സ്ഥാനം എത്ര വലുതായിരിക്കും? അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എത്ര വലുതായിരിക്കും? ഇനി നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള, നമ്മെ സംവിധാനിച്ചിട്ടുള്ള, നമ്മുടെ എല്ലാം ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നാം പോലും തീരുമാനിക്കാതെ നമുക്കുള്ള രൂപവും നമ്മുടെ കോലവും നമ്മുടെ ഉയരവും നമ്മുടെ തൊലിയുടെ നിറവും എല്ലാം നിർണയിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്ക് അറിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ റബ്ബ് എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിൽ, എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ എത്ര വിഡ്ഢികളായിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ഇഫ്താഹു ദാരിസ് സആദ എന്ന് പറഞ്ഞ കിതാബിൽ പറയുന്നുണ്ട്, ഒരാൾക്ക് ലോകത്തുള്ള എല്ലാ അറിവുണ്ട് വിചാരിക്കുക, എല്ലാ അറിവുണ്ട്, പക്ഷെ അള്ളാഹുവിനെ അവൻ അറിയുന്നില്ല എങ്കിൽ അവനാണ് ഏറ്റവും വലിയ ജാഹില് എന്ന്. അപ്പൊ അള്ളാഹുവിനെ അറിയുന്നവനാണ് ഏറ്റവും അറിവുള്ളവനായി മാറുക. ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം അത്. കാരണം ഒരു വസ്തു കൊണ്ട് എന്തുപകാരമാണോ ഉള്ളത് അതാണ് ആ വസ്തുവിന്റെ മേന്മ എന്ന് പറയുന്നത്. മനുഷ്യനെ മറ്റുള്ള എല്ലാ ജന്തുജീവജാലത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താ? അവന്റെ ചിന്താശേഷി, അവന്റെ അറിവ്, അവന്റെ വിവേകമാണ്. അത് എന്തുകൊണ്ടാണ് ഇത്ര അധികം പ്രത്യേകതയുള്ളതാകുന്നത്? അതുകൊണ്ട് മാത്രമേ ആരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ശ്രേഷ്ഠത. മനുഷ്യന് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്താ? ആലോചിച്ച്, മനുഷ്യനേക്കാൾ ശക്തിയുള്ള ജീവികളുണ്ട്, മനുഷ്യനേക്കാൾ ആരോഗ്യമുള്ള ജീവികളുണ്ട്. അവയൊക്കെ മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആനയെ കൺട്രോൾ ചെയ്യുന്ന ആളെ കണ്ട ചിലപ്പോൾ മെലിഞ്ഞൊട്ടിയ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ചില സിംഹത്തിനെ വരെ കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പാമ്പിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട്. മനുഷ്യന് സാധിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ആന, മനുഷ്യനെ നിയന്ത്രിക്കുന്ന വേറെ ഏതെങ്കിലും ജീവി ലോകത്തില്ല. മനുഷ്യൻ എന്തുകൊണ്ടാണ് ആ കഴിവുള്ളത്? അവന്റെ ചിന്താശേഷിയാണ്. എന്തുകൊണ്ടാണ് ചിന്താശേഷിക്ക് ഇത്ര കഴിവുണ്ടായത്? അതുകൊണ്ട് മാത്രമേ അവന് സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ദുനിയാവിൽ അനുഭവിക്കുന്ന ആസ്വാദനങ്ങളിൽ ഏറ്റവും വലുത് അള്ളാഹുവിനെ അറിയലാണ്. അതായത് നമുക്ക് ശരീരത്തിനും ആസ്വാദനമുണ്ട്, മനസ്സിനും ആസ്വാദനമുണ്ട്. ശരീരത്തിനും വേദനയുണ്ട്, മനസ്സിനും വേദനയുണ്ട്. ശരീരത്തിന്റെ വേദനയാണോ മനസ്സിന്റെ വേദനയാണോ കൂടുതൽ ഞെരുക്കുണ്ടാക്കുന്നത്? മനസ്സിന്റെയാണ്.
ഇപ്പോ ഒരാൾ ആക്സിഡന്റ് ആയത് വിചാരിക്കുക, അയാളുടെ 2 കാലും മുറിഞ്ഞുപോയി. അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കും. അയാൾ മരിക്കാൻ അത്ര സാധാരണഗതിയിലൊന്നും ആരും ആഗ്രഹിക്കാറില്ല. എന്നാൽ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം കൊണ്ട് ആളുകൾ എന്ത് വിചാരിക്കും? മരിച്ചാൽ മതി വിചാരിക്കും. കാരണം സഹിക്കാൻ പറ്റൂല. ശരീരത്തിന്റെ എന്ത് വേദനയേക്കാൾ വലുതാണ് മനസ്സിനുണ്ടാകുന്ന വേദന. അതുപോലെ തന്നെ ശരീരത്തിൽ ലഭിക്കുന്ന എന്ത് ആസ്വാദനത്തെക്കാളും ഏറ്റവും വലുതാണ് കൽബിന് ലഭിക്കുന്ന, മനസ്സിന് ലഭിക്കുന്ന ആസ്വാദനം. അതിലേറ്റവും മഹത്തരം അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതാണ് ഇൽമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മളിപ്പോ പലപ്പോഴും പറയും പഠിക്കണം, അറിവ് നേടണം. അപ്പോ പല ആളുകൾക്കുള്ള ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്താ പഠിക്കേണ്ടത്, അല്ല എന്തിനാ ഞാൻ പഠിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, പല ചിന്തകളുണ്ടാകും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കി ഞാൻ എന്താണ് പഠിക്കേണ്ടത്, ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഠിക്കുന്നത് ഏത് കാര്യം, ദീന്റെ കാര്യം പഠിച്ചാലും അതിൽ പഠിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അനന്തരാവകാശ നിയമങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു തആല പറയുന്ന ആയത്തിന്റെ തുടക്കം തന്നെ അള്ളാഹു ഇതാ മക്കളുടെ വിഷയത്തിൽ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു എന്നാണ്. മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. അനന്തരാവകാശ നിയമമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ആ ആയത്ത് വെച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മോടുള്ള ഇഷ്ടം അറിയിക്കുന്നുണ്ട് ആയത്ത്. കാരണം നമ്മുടെ ഉമ്മ ഉപ്പ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടാകും, അവരോട് അള്ളാഹ് പറയാണെന്ത്, അവരുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അങ്ങനെ നമ്മുടെ ഉമ്മാനോടും ഉപ്പാനോടും അവരെ നമ്മളോട് ഏറ്റവും സ്നേഹം കാണിക്കുന്ന ആൾക്കാരാ. അവരോട് അള്ളാഹ് ഒരു കാര്യം പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും നമ്മെ സ്നേഹിക്കുന്ന ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഏത് ഇൽമിന്റെ ലക്ഷ്യം ഇതാണ്. അതാണ് പറഞ്ഞത് അള്ളാഹുവിനെ അറിയാനാണ് അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള ഇൽമിന്റെ വശം എന്നുള്ളത്. ഇനി ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമ് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഒരൊറ്റ ആയത്ത് കൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒറ്റ ആയത്ത് കൊണ്ട്. ഖുർആനിലെ ആദ്യ ആയത്ത് എന്തായാലും അള്ളാഹു പറഞ്ഞത് ഇഖ്റ, നിങ്ങൾ വായിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയും അള്ളാഹു സുബ്ഹാനഹു വ തആല കലാമായിക്കൊണ്ട് ലോകാവസാനം വരെ ആളുകൾ പാരായണം ചെയ്യപ്പെടേണ്ട ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യ വചനം തുടങ്ങുന്നത് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു മനുഷ്യന് ഇൽമ ലഭിക്കുന്നതിൽ, ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ, പഠിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒരു കാര്യമാണ് വായന എന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പൊ കണ്ടുകൊണ്ട് പഠിക്കുന്നവരുണ്ട്, കേട്ടുകൊണ്ട് പഠിക്കുന്നവരുണ്ട്, കേൾവി അതുപോലെ പ്രാധാന്യമുള്ള. പക്ഷെ വായന എന്നുള്ളത് ഇൽമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കവാടാണ്. അപ്പൊ ആദ്യ ആയത്തിൽ തന്നെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആയത്ത് നോക്കൂ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അതായത് ഇൽമ് സൂക്ഷിച്ചു വെക്കുന്ന, ഇൽമ് പകരുന്ന ഒരു മേഖലയാണ് വായന എന്നുള്ളത്. ഇൽമ് സൂക്ഷിച്ചു വെക്കാനുള്ള മാർഗം എന്താണ്? എഴുത്താണ്. ഒരാൾ ഇൽമ് പകർന്ന ഒരാൾക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ് വായന എന്നുള്ളത്. ഇൽമ് സൂക്ഷിച്ചു വെക്കാനുള്ള മാർഗമാണ് എഴുത്ത് എന്നുള്ളത്. അപ്പൊ അറിവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അറിവ് നേടേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാഹു തആല ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഖുർആന്റെ ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൽമിനെ അള്ളാഹു പ്രശംസിച്ച എത്ര തരത്തിൽ അള്ളാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. ഒരായത്ത് നോക്കൂ, സൂറത്തു ആലി ഇമ്രാനിലെ 18ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽം. അള്ളാഹു പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന ഈ കലിമത്ത് തൗഹീദിൽ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല മലക്കുകൾക്ക് ശേഷം പറയാണ് ഉലുൽ ഇൽം, ഇൽമുള്ള ആളുകളാണ് അതിന് സാക്ഷ്യം. ഇൽമുള്ളവർ, അവർക്കാണ് ഈ തൗഹീദാവട്ടെ ഏത് കാര്യമാവട്ടെ അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഒരാൾ അള്ളാഹുവിന്റെ അടുക്കൽ ദറജ ഉയരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൽമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, സൂറത്തുൽ മുജാദിലയിലെ 11ാമത്തെ ആയത്തിൽ യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ ഈമാനുള്ള ആളുകളെ അള്ളാഹു തആല ഉയർത്തും, അതിൽ ഇൽമുള്ള ആളുകളെ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല പദവി ഉയർത്തും, ദറജ ഉയർത്തും എന്ന് അള്ളാഹു തആല പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു വലിയ ഭരണാധികാരി അല്ലെങ്കിൽ വലിയൊരു സമ്പന്നൻ അല്ലെങ്കിൽ വലിയ സ്ഥാനമുള്ള ഒരാൾ,
അയാളുടെ അടുക്കൽ. കാരണം നമ്മൾ പലപ്പോഴും ഈ ദീനിന്റെ പല കാര്യങ്ങളെയും വിദൂരമായി വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പലതിനെയും കണക്ട് ചെയ്യാൻ പറ്റൂല. നമ്മളത് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ മാറ്റം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരാള്, അങ്ങനെ ഒരു വലിയ സ്ഥാനത്തുള്ള ഒരാള്, ഒരുപാട് ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ നിന്ന് നമ്മെ വിളിക്കുകയാണ്. ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്, വലിയൊരു സ്ഥാനമുള്ള ഒരാളുണ്ട്. ആ ആള് വന്നിട്ട് നമ്മുടെ പേര് വിളിച്ച് പ്രത്യേകം ഒരു സ്ഥാനവും പദവിയും നമുക്ക് നൽകുന്ന ഒരു സന്ദർഭങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്ന് തസവൂർ ചെയ്ത് നോക്കി. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലാണ് ഒരു ദറജ കൂടി കിട്ടുന്ന, അള്ളാഹു ദറജ കൂട്ടി കൊടുക്കുന്ന അവസ്ഥയാണ് ഇൽമ് നേടുന്ന ആളുകൾക്ക് എന്ന് പറയാണ്. പിന്നെ ഇൽമിന്റെ മഹത്വം അറിയിക്കാൻ പണ്ഡിതന്മാർ പറയാറുള്ള വേറൊരു ആയത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അധികരിപ്പിച്ച് തരാൻ വേണ്ടി ഒരൊറ്റ കാര്യമേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അധികരിപ്പിച്ച് തരാൻ വേണ്ടി ഒറ്റ കാര്യമേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. സൂറത്തു ത്വാഹയിലെ 114-ാമത്തെ ആയത്തിൽ വഖുൽ റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ. വേറെ ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു എന്ത് പറഞ്ഞിട്ടില്ല? വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. സമ്പത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, സന്താനങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ല, വേറെ ഒന്നിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇൽമ് മാത്രമാണ് വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇൽമ് നേടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും ഇൽമ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദ്ദേശമുള്ള ഏതാണ്? ഇൽമു ശർഈ, ശർഈ ആയിട്ടുള്ള ഇൽമ്, ദീനിയായിട്ടുള്ള ഇൽമ്, അള്ളാഹുവിനെ കുറിച്ച്. ദീനിന്റെ ഏത് ഫന്നുകൾ പഠിച്ചാലും അതിന്റെ ഉദ്ദേശം അള്ളാഹിനെ അറിയാനാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ദീനിന്റെ ഏത് വുദു ആവട്ടെ, നിസ്കാരമാവട്ടെ, ഹൈദിന്റെ നിഫാസിന്റെ മസ്അല ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമാവട്ടെ, ഇതിന്റെ ഒക്കെ അവസാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഈ പറഞ്ഞ തൗഹീദാണ്. തൗഹീദ് രണ്ട് ഭാഗമാണ്, ഇൽമും അമലും. അതില്ലാതെ തൗഹീദ് ഇല്ല. അപ്പൊ ഏത് മസ്അലയാണെങ്കിലും അതിന്റെ അവസാനത്തെ ഉദ്ദേശം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം ഉറപ്പിക്കണം. അപ്പൊ ആർക്കും അള്ളാഹിനെ അറിയേണ്ടതില്ലാത്തത്? എല്ലാവർക്കും അള്ളാഹിനെ അറിയണം. അള്ളാഹുവിനെ ഏറ്റവും അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇൽമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇനി ഇൽമിന്റെ ഫദ്ലുകളിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ചിലത് നമുക്ക് ഈ സദസ്സിൽ ഓർമ്മിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള ഹദീസാണ് ഇൽമിന്റെ ഫദ്ല് മനസ്സിലാക്കാൻ. ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ആലിമ്, അറിവുള്ള ഒരാള്, ഒരു ആബിദ് ധാരാളം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അറിവൊന്നുമില്ല, അറിവില്ല, ഇൽമില്ല, എന്നാൽ ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ രണ്ടാളുകൾ തമ്മിൽ വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഏറ്റവും താഴ്ന്ന വ്യക്തിയും ഞാനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അതുപോലെയാണത് എന്ന്. അള്ളാഹുവിന്റെ റസൂലും നമ്മുടെ മനുഷ്യരിൽ ബാക്കിയുള്ളവരിൽ ഏറ്റവും താഴ്ന്ന ആൾ എത്ര വ്യത്യാസമുണ്ടോ അതുപോലെയാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഇൽമിന്റെ ഫദ്ൽ എത്രയാണ്, അത് നേടേണ്ട ആവശ്യകത എത്രയാണ്. മറ്റൊരു ഹദീസ്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹല ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരാണോ ഇൽമ് നേടാൻ ഒരു വഴിയിലേക്ക് പ്രവേശിക്കുന്നത് അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. ഈ ഹദീസിനെ പലപ്പോഴും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതായത് സ്വർഗം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചരക്കാണ്, സിൽഅത്തുല്ലാഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ചരക്കാണ്, ഏറ്റവും വിലപിടിച്ചിട്ടുള്ള എല്ലാവിധ സുഖസൗകര്യമുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് എങ്ങനെ എത്തണം എന്ന് അറിയിക്കുന്ന കാര്യമാണെന്ത്? അറിവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ അറിവ് നേടാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറിവിന്റെ സദസ്സിൽ അല്ലെങ്കിൽ അറിവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഇറങ്ങിയാൽ അവന് എളുപ്പമാകുന്ന എന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദുനിയാവിലെ വിലപിടിപ്പുള്ള ഒരു സാധനം, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അത് എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു മാർഗം നമുക്ക് ഒരാൾ പറഞ്ഞു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരെങ്കിലും വേണ്ടാന്ന് നോക്കുവോ? നമ്മൾ പരിശ്രമിക്കും, നമ്മുടെ സമയം ചെലവാക്കും, നമ്മുടെ ഉറക്കം ചെലവാക്കും, നമ്മുടെ ബാക്കിയുള്ള ഇഷ്ടങ്ങൾ നമ്മൾ ഒഴിവാക്കും, നമ്മളെ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് അപ്പോ പലപ്പോഴും ഇവിടെ ഒരുപാട് ജോലിയുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്കൊരു ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടാനുള്ള ഒരു അവസരമുണ്ട്, അതിന് ഇന്ന കാര്യം ചെയ്താൽ മതി, അതിന് ഒരു എളുപ്പ വഴിയുണ്ട്
എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഉറങ്ങൂല. കാരണം അതെങ്ങനെയും കിട്ടണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവും, അത് നമ്മൾ മാറ്റിവെക്കും. കാരണം നമുക്കത് കിട്ടണം. കാരണം അതിനൊരു വില നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതൊരു കാര്യത്തിന് മത്ലൂബിന്റെ ഏതാണോ നമ്മൾ തേടപ്പെടുന്നത് അതിന്റെ മൂല്യം എത്രയാണോ അതിനനുസരിച്ചാണ് ബാക്കിയുള്ള ചെലവഴിക്കുക എന്ന. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പണത്തിനോട് മനുഷ്യന് ഇഷ്ടം ഉണ്ടാവും, ത്വബഈയായ ഇഷ്ടം ഉണ്ടാവും. പക്ഷെ ഒരാൾ ആ പണത്തിനോടുള്ള ഇഷ്ടം വേറൊരു കാര്യത്തിന്, ഇപ്പൊ വിലപിടിപ്പുള്ള ഒരു കാറിന് വേണ്ടി അവന് ഇഷ്ടമുള്ള ഈ പണം ചെലവഴിക്കുമ്പോ എന്താ അതിന്റെ അർത്ഥം? അവന് ഈ പണത്തിനേക്കാൾ എന്തിഷ്ടാണ്? ആ വാഹനമുള്ളത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ സ്ഥാനത്തിനോ പദവിക്കോ വേണ്ടി ആൾക്കാർ പണം ചെലവാക്കും. കാരണം ആ പണത്തിനേക്കാൾ അടുത്തത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചെലവഴിക്കുന്നത്. അതേപോലെ ഏതൊരു കാര്യത്തിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടവും താല്പര്യം ഉണ്ടാവും അതിനുവേണ്ടി ബാക്കിയുള്ള നമ്മൾ ഒഴിവാക്കും. അപ്പൊ അള്ളാഹുവിനെ അറിയാനും അതുപോലെ തന്നെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിനുള്ള ഇഷ്ടം എത്ര കൂടുന്നുവോ അത് നേടാനുള്ള വഴി നമ്മൾ തിരഞ്ഞെടുക്കും. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും. അപ്പൊ സ്വർഗം ലഭിക്കാനുള്ള മാർഗമാണ് അറിവ് നേടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, ഇൽമ് നേടാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് പോകുന്ന ഒരാളെ പോലെയാണ് എന്നാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽം ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ. ഒരാൾ ഇൽമ് നേടാൻ വേണ്ടി പുറപ്പെടുകയാണ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഉദ്ദേശം ജിഹാദിന് പോകുന്നവനെ പോലെയാണ്. വേറെ ഹദീസുകൾ ജിഹാദിന് തന്നെ പോകുന്നവനാണ് എന്ന നിലക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവനാണ് അവൻ മടങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ തുടരുന്നത് വരെ അവൻ ആ ഒരു അവസ്ഥയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. ധാരാളം ഹദീസുകൾ ഇനിയും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇൽമ് നേടൽ ഒരു പരിഗണന നമ്മൾ കൊടുക്കണം. ഒരു പരിഗണന കൊടുക്കണം. കാരണം നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട, നമ്മുടെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാനുള്ള ഒരു കാര്യമാണത്. ഇനി ഇൽമുണ്ടെങ്കിലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇൽമുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നിയ്യത്ത് കൊണ്ട് പ്രതിഫലം കൂടുതൽ നേടാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, നിയ്യത്ത് എന്നുള്ളത് തിജാറത്തുൽ ഉലമ, പണ്ഡിതന്മാരുടെ അറിവുള്ളവരുടെ കച്ചവടമാണ്. നിയ്യത്ത് കൊണ്ട് കൂടുതൽ അമല് കർമ്മം ഇല്ലെങ്കിൽ കൂടി നിയ്യത്ത് കൊണ്ട് അവന് പ്രതിഫലം നേടാൻ സാധിക്കും. 2, ദുനിയാവിലെ കാര്യങ്ങൾ അവന് എളുപ്പമാകും. ഇൽമുണ്ടെങ്കിൽ ഇബാദത്തുകൾ അവന് എളുപ്പമാകും. ഓരോന്നിനും ഓരോ സംഭവം കാണാം. ഒന്ന്, നിയ്യത്ത് കൊണ്ട് പ്രതിഫലം നേടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇന്നമദ്ദുന്യാ ലിഅർബഅതി നഫരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവ് എന്നുള്ളത് 4 തരം ആൾക്കാരുണ്ടാവുക. 4 തരം ആൾക്കാരാണ് ദുനിയാവിൽ ഉണ്ടാവുക. അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വഇൽമൻ. ഒന്നാമത്തെ ഒരു വ്യക്തി, അവൻ അല്ലാഹു തആല സമ്പത്തും കൊടുത്തിട്ടുണ്ടാകും, അറിവും കൊടുത്തിട്ടുണ്ടാവും. സമ്പത്തും ഉണ്ടാവും, അറിവുണ്ടാവും. ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു. അവൻ ആ അറിവുള്ളത് കൊണ്ട് ആ സമ്പത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കും. ഹലാലായ രീതിയിലേ സമ്പാദിക്കുകയുള്ളൂ. അതിനേറ്റ് കൽബിന് സ്ഥാനം കൊടുക്കൂല. അത് ആവശ്യമായ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കും. ഹലാലായ രീതിയിലേ ചെലവഴിക്കുകയുള്ളൂ. ആ നിലക്ക് സൂക്ഷിക്കും. വയസിലു ഫീഹി റഹിമ. ആ സമ്പത്ത് ഉപയോഗിച്ച് അവൻ കുടുംബബന്ധം ചേർക്കും. വയഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖൻ. അള്ളാഹുവിന് ഞാൻ നേടിയ സമ്പത്താണെങ്കിലും അള്ളാഹുവിന് ചില അവകാശമുണ്ട്, സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, അതുപോലുള്ള കാര്യങ്ങൾ ബോധമുണ്ടാവും. അങ്ങനെയുള്ള ആള് ഫഹാദാ ബിഅഫ്ളൽ മനാസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയാൾ ഏറ്റവും 4 കൂട്ടം ആളുകളിൽ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള ആളാണ്. രണ്ടാമത്തെ ആള് വഅബ്ദിൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖ്ഹു മാലൻ. രണ്ടാമത്തെ ആള് അറിവുണ്ടാകും, പക്ഷെ അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. സമ്പത്ത് അള്ളാഹു നൽകിയിട്ടുണ്ടാവും, പക്ഷെ അറിവുണ്ടാകും. ഫഹുവ സാദിഖുൻ നിയ്യ. അവൻ നിയ്യത്ത് സത്യസന്ധമായി കൊണ്ടുനടക്കുന്ന ആളായിരിക്കും. സത്യസന്ധമായി നിയ്യത്ത് വെക്കുന്ന ആളായിരിക്കും. യഖൂൽ, അവൻ പറയും, ലൗ അന്ന ലീ മാലൻ ലഅമിൽതു ബിഅമലി ഫുലാനിൻ. അയാൾ പറയും, അയാളുടെ നിയ്യത്ത് ഉണ്ടാകും സത്യസന്ധമായിട്ടുള്ളത്, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നാലിന്ന ആളൊക്കെ സ്വതഖ കൊടുക്കുന്ന പോലെ ഞാനും കൊടുക്കുമായിരുന്നു, ഇന്നാലിന്ന ആള് നന്മ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുമായിരുന്നു പറയും. ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ ആദ്യം പറഞ്ഞ ആളുണ്ടല്ലോ, രണ്ടാമത് പറഞ്ഞ ആളുണ്ടല്ലോ, ഇവന്റെ നിയ്യത്ത് കൊണ്ട് ഈ 2 ആൾക്കും ഒരേ പ്രതിഫലം കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്. ഇവന്റെ നിയ്യത്ത് കൊണ്ട് 2 ആൾക്ക് എന്ത് ചെയ്യും? ഒരേ പ്രതിഫലം കിട്ടും എന്നുള്ളത് ആലോചിച്ച് നോക്കി. അത് ഇൽമുള്ളത് കൊണ്ടാണ്.
അത് അറിവുള്ളത് കൊണ്ടാണ്. എന്തിലറിവ്? നിയ്യത്ത് എങ്ങനെ സിദ്ഖോടുകൂടി വെക്കണം, സത്യസന്ധമായിട്ട് എങ്ങനെ ഒരു ഉദ്ദേശം വെക്കണം, അത് വെച്ചാലുള്ള ഗുണം അവന് ഇൽമുള്ളത് കൊണ്ടാണ് നേട്ടമുണ്ടായത്. എന്നിട്ട് അടുത്ത ആള് പറയാണ്, മൂന്നാമത്തെ ആള് വഅബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വലം യർസുഖു ഇൽമ. അല്ലാഹു തആല സമ്പത്ത് ധാരാളം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ആള് അവന് ഒരു അറിവുമില്ല, അറിവൊന്നുമില്ല. ഫഹുവ യഖ്ബിതു ഫീ മാലിഹി ബിഗൈരി ഇൽമിൻ. അവന്റെ സമ്പത്ത് കൊണ്ട് അതിൽ മുഴുകി അറിവില്ലാതെ തോന്നിയതുപോലെ വരുമാനം തോന്നിയതുപോലെ ചെലവഴിക്കൽ, അങ്ങനെയൊക്കെ. ലാ യത്തഖി ഫീഹി റബ്ബഹു, അതിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല. വലാ യസിലു ഫീഹി റഹിമഹു, അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുന്നില്ല. വലാ യഅലമു ലില്ലാഹി ഫീഹി ഹഖൻ, അള്ളാഹുവിനുള്ള അവകാശങ്ങൾ ഒന്നും അവൻ അറിയില്ല, അവന് അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ, സമ്പത്ത് മാത്രമുള്ള അറിവില്ല. അങ്ങനെയുള്ള അവസ്ഥ. ഫഹാദാ ബി അഖ്ബസിൽ മനാസിൽ, ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള പദവിയിലുള്ള ആളാണ്. വഅബ്ദിൻ ലം യർസുഖഹു അല്ലാഹു മാലൻ വലാ ഇൽമൻ. നാലാമത്തെ ആള് സമ്പത്തുമില്ല ഇൽമുമില്ല, സമ്പത്തുമില്ല ഇൽമുമില്ല. ഫഹുവ യഖൂൽ, അവൻ പറയും, ലൗ അന്ന ലി മാലൻ ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാനിൻ. എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അവൻ തോന്നിവാസം ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുമായിരുന്നു, അവൻ ഹറാമ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് അവൻ ആലോചിക്കും, അവൻ നിയ്യത്ത് വെക്കും. ഫഹുവ ബിനിയ്യതിഹി, അവന്റെ ഉദ്ദേശം കാരണത്താൽ ഫവിസ്റുഹുമാ സവാഹ്, ഈ രണ്ടുപേരുള്ള കുറ്റം ഒരുപോലെ ആയിരിക്കും. അപ്പോ ഇൽമു കൊണ്ട് അവന്റെ കർമ്മം അവന് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അതിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ അവന് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അറിവിന്റെ മഹത്തായിട്ടുള്ള ഒരു നേട്ടമാണ്. അറിവിന്റെ അതുപോലെ മറ്റൊരു നേട്ടം, കുറഞ്ഞ അമലുകൾ കൊണ്ട് വലിയ പ്രതിഫലം നേടാൻ പറ്റും എന്നുള്ളതാണ്. അതായത് കുറെ അമല് ചെയ്തിട്ട് ഒരാൾ ഒരു പ്രതിഫലം വാങ്ങുന്നു, അതേ കാര്യം കുറഞ്ഞ അമല് കൊണ്ട് നേടുകയും പിന്നെയുള്ള സമയം അടുത്ത അമലിന് വേണ്ടി മാറ്റിവെക്കാനും പറ്റുന്ന രീതിയിൽ സാധിക്കും. ഒരിക്കൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഫജ്ർ മസ്ജിദിൽ നിസ്കരിച്ച് പിന്നെ അവിടെ ദിക്റിലും മറ്റു കാര്യങ്ങളുമായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് പിന്നെ ഫജ്ർ കഴിഞ്ഞു പോയി. കുറച്ചു കഴിഞ്ഞ് ദുഹയുടെ സമയമായപ്പോൾ റജഅ ബഅദ അൻ അദ്ഹ വഹിയ ജാലിസത്തുൻ, ദുഹയുടെ സമയത്ത് വന്നപ്പോഴും ജുവൈരിയ റളിയല്ലാഹു അൻഹ ദിക്റിലായിക്കൊണ്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫജ്റിന് ശേഷം പോയിട്ട് സുബഹിക്ക് ശേഷം പോയിട്ട് തിരിച്ച് ദുഹയുടെ സമയത്ത് വന്നപ്പോഴും അതേ ദിക്റിൽ മുഴുകിക്കൊണ്ടിരിക്കുക. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ സിൽതി അലൽ ഹാലി ലതി ഫാറഖ്തുകി അലൈഹാ, ഞാൻ നിന്നെ വിട്ട് രാവിലെ പോയത് മുതൽ നീ ഇതേ ദിക്റിലുമായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നഅം, അതേ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാത്തിൻ സലാസ മർറാത്ത്, നിന്നെ വിട്ട് ഞാൻ പോയതിനു ശേഷം ഞാൻ 4 കലിമത്തുകൾ 3 തവണ പറഞ്ഞിട്ടുണ്ട്. ലൗ വുസിനത് ബിമാ ഖുൽതി മുൻദുൽ യൗമി ലവസനത്ഹുൻ, നീ ഇത്ര നേരം ചൊല്ലിയ ഈ ദിക്റുകളും ഞാൻ പറഞ്ഞ 3 തവണ പറഞ്ഞ 4 കലിമത്തുകളും കൂടി തൂക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനാണ് കനം കൂടുക എന്ന് പറഞ്ഞു. അതായത് അത്ര നേരം ജുവൈരിയ റളിയല്ലാഹു അൻഹ ദിക്റുകളും കാര്യങ്ങളും മുഴുകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കലിമത്ത് 3 തവണ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനാണ് കനം തൂങ്ങുക എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞ കലിമത്തുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി എന്നുള്ള ദിക്ർ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്ന അതിന്റെ വ്യാപ്തി അങ്ങേറ്റം പറയുന്ന ദിക്ർ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഈ ഹദീസിന്റെ നമ്മുടെ ഭാഗവുമായി ബന്ധപ്പെട്ട ഫായിദ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇൽമിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാം. ജുവൈരിയ റളിയല്ലാഹു അൻഹക്ക് അറിയാത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നത് കൊണ്ടാണ് അത്ര നേരം ലഭിക്കുന്ന ആ പ്രതിഫലം 4 കലിമത്തുകൾ 3 തവണ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേടാനാകുന്നത്, അല്ലെങ്കിൽ ആ പ്രതിഫലം അത്ര ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് അറിവുണ്ടെങ്കിലോ അതുപോലെ കുറഞ്ഞ നേരം കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമുക്കറിയാത്ത എത്ര ഹദീസ് ഉണ്ട് എന്നറിയോ? നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഹദീസുകൾ. നമുക്കറിയാത്ത എത്ര ആയത്തിന്റെ ഫായിദകൾ ഉണ്ടെന്ന് അറിയോ? ഖുർആൻ ഹിഫ്ളുള്ള ഒരാളാണെങ്കിലും അവൻ അറിയാത്ത ഒരു ആയത്തിന്റെ ഫായിദ അവിടെ ബാക്കി ഉണ്ടാകും. ഹദീസുകളിൽ നിന്നുള്ള അഹ്കാമുകൾ നമുക്കറിയാത്ത എത്ര ഉണ്ടെന്ന് അറിയോ? നമുക്കറിയാത്ത ദിക്റുകൾ, നമുക്കറിയാത്ത ദുആകൾ, സ്വഹീഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച എത്ര ദുആകൾ ഉണ്ടെന്ന് അറിയോ?
നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ, ആ നാമങ്ങൾ അറിയിക്കുന്ന വിശേഷണങ്ങൾ, ആ നാമങ്ങളെ കൊണ്ട് നമ്മൾ എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ആ നാമത്തിന്റെ ആശയങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അള്ളാഹുവിനെ പറ്റിയിട്ട്, സുന്നത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അതെല്ലാം അറിയുന്നത് മുഖേന കൂടുതൽ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ദുനിയാവിന്റെ ഭാരങ്ങൾ കുറയാൻ, കാര്യങ്ങൾ എളുപ്പമാകാൻ ഇൽമുണ്ടായാൽ ഇൽമിലൂടെ നമുക്ക് സാധിക്കും. ഒരിക്കൽ ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പരാതി പറയും. ഭർത്താവാണ്, എനിക്ക് ജോലി കുറെ ഉണ്ട്, എന്റെ കൈയൊക്കെ വേദനയാകുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഒരു അടിമയെ വേണം എന്നൊക്കെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യുദ്ധം കഴിഞ്ഞിട്ട് അടിമകളെ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാമെന്ന നിലക്ക് തീരുമാനിച്ച് 2 അടിമകളെ കിട്ടിയ സമയത്ത് ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്കൊരു ഖാദിമിനെ നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നൽകിയില്ല. ഞാൻ മകൾക്ക് മാത്രം കൊടുക്കണ്ട എന്ന നിലക്ക് വിശേഷം പറഞ്ഞു വിട്ടു, തരുന്നില്ല എന്ന് പറഞ്ഞു. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെയും മരുമകന്റെയും അടുത്തേക്ക് പോയിട്ട് അവർ കിടക്കുകയാണ്, എഴുന്നേൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ നടുവില് കാല് വെച്ചിരുന്നു കൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫാത്തിമ ബീവിയോട്, അലാ ഉഖ്ബിറുകി മാ ഹുവ ഖൈറുൻ ലകി മിൻഹ്, നിനക്ക് ജോലിക്കാരെ തരുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ള കാര്യം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. ഖൈറായിട്ടുള്ള കാര്യം എന്നിട്ട് പറഞ്ഞു കൊടുത്തു, തുസബ്ബിഹീന അല്ലാഹ ഇൻദ മനാമിക് 33, നീ ഉറങ്ങാൻ കിടക്കുന്ന ആ സമയത്ത് 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. വതഹ്മദീന അല്ലാഹ 33, 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. വതുകബ്ബിരീന അല്ലാഹ 34, 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക എന്ന് പറഞ്ഞു. ഇത് പിന്നീട് ജീവിതത്തിൽ മുഴുവൻ അലി റളിയല്ലാഹു അൻഹു അത് പകർത്തിയിരുന്നു എന്നാണ് ഫാത്തിമ ബീവിയും. ഈ ഒരു സംഭവങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ജോലിക്കാരെ കിട്ടിയോന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ്, ശർഈ ആയിട്ടുള്ള ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ്. 33 സുബ്ഹാന, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇതിന്റെ ചില റിവായത്തുകളിൽ ഇതിന്റെ ബാക്കി ഭാഗത്ത് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, പിന്നീട് എന്റെ ജോലികൾ എനിക്ക് എളുപ്പമായി തീർന്നിട്ടുണ്ട്, ജോലികൾ എനിക്ക് എളുപ്പമായി തീർന്നിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, നമുക്ക് ജീവിതത്തിൽ നമുക്ക് ജോലിഭാരം, സ്ട്രെസ്, മാനസികമായ സംഘർഷം, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ ജോലി ബുദ്ധിമുട്ട്, കുട്ടികളെ നോക്കാൻ പ്രയാസം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജോലി തീരുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതൊന്ന് ശീലമാക്കി നോക്കിയും മാറ്ററിയും. ഇത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ശീലമാക്കി നോക്കിയും. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലുണ്ടാവും. ഉറങ്ങാൻ കിടക്കുമ്പോ ഇതിങ്ങനെ ചെയ്യണമെന്ന് ആദ്യമായി കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലുണ്ടാവും. ഈ ശബ്ദം കേൾക്കുന്ന ആളുണ്ടാവും. നമ്മളത് ആലോചിച്ച് നോക്കിയും. അയാൾ അറിയുന്ന ആൾക്കാർ ആലോചിക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അറിവാണ്, അയാൾക്ക് ഇന്ന് കിട്ടിയ ഒരു അറിവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാകും. നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ശർഈയായ ഇൽമിൽ അവിടെ കിടക്കുന്നുണ്ട്. കടബാധ്യത ബുദ്ധിമുട്ടിയ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ വ്യക്തി പറയുന്നുണ്ട്, എന്റെ കടങ്ങളെല്ലാം അല്ലാഹു തആല വീട്ടി തന്നു, എന്റെ കടങ്ങളെല്ലാം അല്ലാഹു തആല വീട്ടി തന്നു എന്നുള്ളത്. അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ ശർഈയായ ഇൽമ് ഭൗതികമായി നമ്മൾ അനുഭവപ്പെടുന്ന ഞെരുക്കങ്ങളാവട്ടെ, വേദനകളാവട്ടെ, ബുദ്ധിമുട്ടുകളാവട്ടെ, അതിനുള്ള പരിഹാരമായിട്ട് മാറുന്നതാണ്. ഇനി നമ്മൾ സ്വഹാബികളുടെ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ, അഥവാ സ്വഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് ദീന് കേട്ടവർ. ഇപ്പൊ ആയത്തുകളും ഹദീസുകളും ഇൽമിന്റെ ഫദ്ലിനെ പറ്റിയുള്ളത് പറഞ്ഞു. സ്വഹാബികൾ ഇൽമ് നേടുന്നതിന്റെ പ്രാധാന്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകൾ ചിലത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഖ്ദു ആലിമൻ ഔ മുതഅല്ലിമൻ, ഒന്നെങ്കിൽ നീ ആലിമാവുക, പണ്ഡിതനാവാൻ നോക്കുക, അല്ലെങ്കിൽ മുതഅല്ലിം, പഠിക്കുന്ന ഒരുവനാവുക. വലാ തഖുദ് ഇമ്മഅതൻ ബൈന ദാലിക്, അതല്ലാതെ തോന്നിന്റെ പോലൊക്കെ കൂടി നടക്കുന്ന, പ്രത്യേകിച്ച് അറിവൊന്നുമില്ലാതെ അന്ധമായി ഒന്നിനെ പിൻപറ്റി നടക്കുന്ന, അല്ലെങ്കിൽ ഒന്നും അറിവിനെ പറ്റി ഒരു ബന്ധമില്ലാത്ത ആളായിട്ട് നീ മാറരുത്. ഉഖ്ദു ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ, ഒന്നാമത്തേത് പണ്ഡിതനാവാൻ നോക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, പല ആളുകൾക്കും ഒരു ധാരണ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് അതിനൊന്നുള്ള കഴിവില്ല എന്നുള്ളതാണ്. പലരും ഇപ്പോ നമ്മൾ ഓരോരുത്തരും തന്നെ ആലോചിച്ചാൽ നമ്മൾ വലിയ ഡിഗ്രികളുള്ളവരായിരിക്കും, ഭൗതികമായിട്ട് ഒരുപാട് അറിവ് നേടിയ ആളുകളായിരിക്കും, പഠിക്കാനും അറിയാനുള്ള കഴിവ് നമുക്കൊക്കെ ഉണ്ട്. ഒരൊറ്റ ആസ്മിന്റെ വിഷയമുള്ളൂ, ഒരു ഉറച്ച തീരുമാനത്തിന്റെ വിഷയമുള്ളൂ.
നമ്മുടെയും നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യത്തിന്റെയും ഇടയിൽ ഒറ്റ കാര്യമുള്ളൂ, ഒരു ഉറച്ച തീരുമാനം. അതുണ്ട് എങ്കിൽ ബാക്കിയുള്ള കവാടങ്ങൾ അവിടെ തുറന്നു കിട്ടും. ഏത് കാര്യത്തിനും അള്ളാഹു തആല അവന് തൗഫീഖ് എളുപ്പമായി കൊടുക്കും. അസ്മോട് കൂടിയുള്ള ഒരു തീരുമാനത്തിന്റെ വിഷയമാണുള്ളത്. പറയാം, ഒന്ന് ഇബ്നു മസ്ഊദ് പറയാം, ഒന്നെങ്കിൽ ആലിമാവുക. ആലിമാവാൻ പറ്റാത്ത ഒരാളുമില്ല. അതായത് ബാക്കിയുള്ള കാര്യങ്ങളിൽ കഴിവുള്ള ആളുകളായിട്ടുള്ളവർ. രണ്ടാമത്തേത് പറഞ്ഞു മുതഅല്ലിമൻ, പഠിക്കുന്നവനാവുക. ഒരു ആലിമായില്ലെങ്കിൽ എന്താവുക? പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുള്ള പണിയെടുക്കുന്ന ആളാവുക. ഇനി അതിനും കഴിവില്ല എന്നൊരാൾക്ക് തോന്നുന്ന ചില ആളുകൾ ഉണ്ടാകും, അത്ര ഇല്ലാത്ത, അത്ര ബുദ്ധിശേഷിയില്ലാത്ത വളരെ ചുരുക്കം ആളുകൾ ഉണ്ടാകും. അവരോട് പറയാം മുസ്തമിഅൻ, ഇൽമ് കേൾക്കുന്ന ഒരാളാവുക. അത് മൂന്നാമത്തെ തെറ്റായിട്ട് പറയാം, ഇൽമ് കേൾക്കുന്ന ഒരാളാവുക. വലാ തകുന്ന റാബിഹ്, നീ നാലാമത്തെ ഒരാളാവരുത്. ഫതഹ്ലിക്, നീ നശിച്ചു പോകും. അലൈക്കും ബിൽ ഇൽം ഖബ്ല അൻ യുഖ്ബദ്, നീ ഇൽമ് നേടുക അത് പിടിക്കുന്നതിന് മുമ്പ്. വഖബ്ദുഹു ദഹാബു അഹ്ലിഹി, ഇൽമ് പിടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ആളുകൾ ഇല്ലാതായി പോവാന്ന്. ഉലമാക്കളുടെ മരണമാണ് ഇൽമ് എടുക്കപ്പെടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ പഠിക്കുക. തഅലമു ഫഇന്ന അഹദകും ലാ യദ്രി മത്താ യഹ്താജു ഇലൈഹി, നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് നിങ്ങളിൽ ഒരാൾ അറിവിലേക്ക് ആവശ്യക്കാരനാവുക എന്നുള്ളത്. അറിവിലേക്ക് ആവശ്യക്കാരൻ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുനിയാവില് സമ്പന്നത ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, രോഗം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, സമാധാനമുള്ള നല്ല മാനസിക സമാധാനം സന്തോഷമുള്ള സമയം ഉണ്ടാവും, ദുഃഖമുള്ള സമയം ഉണ്ടാകും, വേദന ഉണ്ടാകും, വേദന ഇല്ലാത്ത സമയം ഉണ്ടാവും. ചൂടും വെയിലും മഴയും കാറ്റും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്ന കാര്യങ്ങളാണത്. പക്ഷെ അറിവുള്ള ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാളുകൾക്ക് ഒരേ മുസീബത്ത് ബാധിച്ചു വിചാരിക്കുക. അപ്പൊ രണ്ട് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളെ വിചാരിക്കുക. ഒരാൾക്ക് അള്ളാഹുവിന് വിശ്വാസമില്ല, അള്ളാഹുവിനെ കുറിച്ച് യാതൊരു അറിവുമില്ല, ഒന്നുമില്ല. അവൻ കച്ചവടം ചെയ്യുന്നു. ഇപ്പുറത്ത് അള്ളാഹുവിനെ കുറിച്ച് നല്ല ബോധമുള്ള, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ അറിയുന്ന ഒരാളാണ്. ഈ രണ്ടാളുടെയും ആ കെട്ടിടം മൊത്തം ഒരു ഭൂമികൾക്കെട്ടി തകർന്നു പോയി വിചാരിക്കുക. ഒന്നാമത്തെ ആളുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ആളുടെ അവസ്ഥ നിരാശയായിരിക്കും, ഖേദമായിരിക്കും, വേദനയായിരിക്കും. രണ്ടാമത്തെ ആളുടെ അവസ്ഥ എന്തായിരിക്കും? ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചെടുക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാനുള്ള ഒരു ബോധം ഉണ്ടാകും. സബ്ർ, അതിൽ ക്ഷമിക്കണം. കാരണം അള്ളാഹു തആല ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നവന് ബോധം ഉണ്ടാകും. ഹക്കീമാണ് അള്ളാഹു എന്നറിയുന്ന ഒരുവൻ ഇതിൽ അള്ളാഹുവിന് പിന്നിൽ ഒരു യുക്തിയുണ്ട്, അള്ളാഹു തആലക്ക് ഇതിന്റെ പിന്നിൽ ഒരു യുക്തിയുണ്ട് എന്നവന് ബോധ്യപ്പെടും. അള്ളാഹു ഖദീറാണ്, കഴിവുള്ളവനാണ് മനസ്സിലാക്കുന്നവൻ. എനിക്ക് ഈ നഷ്ടത്തിനേക്കാൾ വലുത് നൽകാൻ അള്ളാഹുവിന് സാധിക്കും എന്നുള്ള ബോധം അവനുണ്ടാകും. അപ്പൊ രണ്ടാളുടെ വ്യത്യാസം എവിടെയുള്ളത്? അറിവിന്റെ മേഖലയിലാണ്, അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് അറിയുന്നതിലാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇൽമിനു വേണ്ടി ഒരല്പമെങ്കിലും സമയം നൽകാതിരിക്കുക? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചില ഹദീസുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്വഹാബികൾ, പ്രത്യേകമായി ശ്രേഷ്ഠതയുള്ള സ്വഹാബിയാണ്. അവിടുന്ന് പറയാണ്, തഅല്ലമു അൽ ഇൽമ, നിങ്ങൾ ഇൽമ പഠിക്കണം, ശർഈ ആയിട്ടുള്ള ദീന് ഇൽമി പഠിക്കണം. ഫഇന്ന തഅല്ലുമഹു ഖശിയത്തുൻ, അത് പഠിക്കുക എന്നുള്ളത് ഖശിയത്താണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും സൂക്ഷ്മതയും കിട്ടുന്ന കാര്യമാണ്. വതലബഹു ഇബാദത്തുൻ, അത് തേടുക എന്നുള്ളത് ഇബാദത്താണ്. വമുദാകറതഹു തസ്ബീഹുൻ, അത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക എന്നുള്ളത് തസ്ബീഹാണ്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന പോലെ മഹത്തായിട്ടുള്ള കാര്യമാണ്. വൽബഹ്സ് അൻഹു ജിഹാദുൻ, അതിൽ ഗവേഷണം നടത്തുക എന്നുള്ളത് ജിഹാദാണ്. വബദ്ലഹു ഖുർബത്തുൻ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം നൽകുന്നതാണ്. വതഅലീമഹു മൻ ലാ യഅലമുഹു സദഖത്തുൻ, അറിയാത്ത ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സ്വതക്കയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇൽമു നേടാനും അത് എത്തിച്ചു കൊടുക്കാനും. അബൂദർദാ റളിയല്ലാഹു അൻഹു, നമ്മൾ ചിന്തിക്കേണ്ട ഒരു സ്വഹാബിയാണ്. എല്ലാവർക്കും സാധിക്കില്ല, പക്ഷെ ആ സ്വഹാബിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആ സ്വഹാബി വലിയ കച്ചവടക്കാരനായിരുന്നു. മദീനത്തെ നല്ല കച്ചവടം അറിയുന്ന ആളാണ്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം കച്ചവടവും ഇബാദത്തും ഒരുമിച്ച് കൊണ്ടാവാൻ നോക്കി. പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെയും കഴിയുന്നില്ല. ചില ആളുകൾക്ക് അതിന് സാധിക്കൂല. അദ്ദേഹത്തിന് രണ്ടുകൂടി ഒരുമിച്ച് കൊണ്ടാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം അവസാനം കച്ചവടം അവസാനിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഹദീസ് പഠിക്കാൻ, ദീൻ പഠിക്കാൻ മാറിയിരുന്നു. അങ്ങനെ ഒരു ദിവസം അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കാണാം. ഇത് എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്,
കച്ചവടം ഹറാമാണെന്ന് ഞാൻ പറയണില്ല. കച്ചവടം നല്ല കാര്യമാണ്, ചെയ്യാറുന്നവർക്ക് ചെയ്യാം. പക്ഷെ എന്നെ കൊണ്ട് എന്ത് പറ്റുന്നില്ല? കച്ചവടവും തലബുൽ ഇൽമും ഇബാദത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇബാദത്തിന്റെ ലദ്ദത്ത് എനിക്ക് നഷ്ടപ്പെടുകയാണ്. ഇനി പള്ളിയുടെ മുമ്പിൽ എനിക്കൊരു കച്ചവടം കൊണ്ടുവന്ന് തന്ന് 5 വഖത്ത് നിസ്കാരം കൃത്യമായി ജമാഅത്തായി നിനക്ക് കിട്ടും, ആ കച്ചവടം ചെയ്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്കിത് മതി എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇതെല്ലാവർക്കും ഉള്ളതല്ല. പക്ഷെ ഈ കാര്യം പറഞ്ഞെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽമിനോട് അത്രയും താല്പര്യം കാണിച്ച സ്വഹാബികളാണ് നമ്മുടെ മാതൃകയുള്ളത്. നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ നമ്മൾ എന്തിനൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ചു നേരമെങ്കിലും ഇൽമ് നേടാനും പഠിക്കാനും വേണ്ടി നമ്മൾ മാറ്റിവെക്കുക തന്നെ ചെയ്യണം. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഉത്ലുബു അൽ ഇൽമ ഫഇൻ ലം തത്ലുബൂഹു ഫഹിബ്ബു അഹ്ലഹു. നിങ്ങൾ ഇൽമ് നേടുക, നിങ്ങൾ അത് തേടുന്നില്ല എങ്കിൽ അതിന്റെ ആളുകളെ ഇഷ്ടപ്പെടുകയെങ്കിലും ചെയ്യണം. മിനിമം ക്വാളിറ്റിയാ പറയുന്നത്. നിങ്ങൾ ഇൽമ നേടുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, ആദ്യമായിട്ട് അത്രയും നിങ്ങൾ അടുക്കുന്നില്ല എങ്കിൽ അതിന്റെ ആളുകളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയെങ്കിലും വേണം. അഥവാ അത്രയും അവസാനത്തെ ഒരവസ്ഥ പറഞ്ഞതാ, ഫഇല്ലം തുഹിബ്ബൂഹും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ വെറുക്കാതിരിക്കുകയും ചെയ്യണം. ഇൽമിന്റെ ഫളിലിനെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ധാരാളം സഹാബികളുടെ വാക്കുകൾ അങ്ങനെ വന്നതായി കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, ഇതാ ഒരു കാലം വന്നിട്ടുണ്ട്, വലസ്തു അദ്രി ശൈഅൻ മാ തഅ്മുറുനി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അത്രയും ഫിത്ന വർദ്ധിച്ച് അധികരിച്ച ഒരു കാലം വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇമാം അഹ്മദ് പറഞ്ഞ മറുപടി എന്താ അറിയോ? അലൈക ബിൽ ഇൽം, നീ ഇൽമ് നേടുക എന്നുള്ളതാ. ഇന്ന് കാലത്ത് സുബ്ഹാനല്ലാഹ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും എത്രത്തോളം ശുഭത്തുകളും ശഹവത്തുകളാണുള്ളതെന്ന്. അങ്ങേയറ്റം ആളുകൾ രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാകുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ആളുകൾ തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ നല്ല തഖ്വയുള്ള ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ ഏറ്റവും മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്തു പോകുന്ന, പാപങ്ങളിൽ വീണുപോകുന്ന ഒരു കാലത്തിലാണ്. ഫിത്ന അധികരിച്ചതിന്റെ അടയാളമാണ്. അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം ഇൽമ് നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി അറിവ് നേടുന്നതിനെ നമ്മൾ സമയം കൊടുക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഭാഗം നമ്മുടെ വിഷയം അമലാണ്. ഒന്നാമത് നമ്മളിപ്പോ മനസ്സിലാക്കി, അറിവ് നേടണമെന്ന് മനസ്സിലാക്കി, അറിവ് നേടാൻ ഒരുങ്ങി, അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? അറിവ് നേടുക എന്നുള്ളതാണോ അതിന്റെ ഉദ്ദേശം, ലക്ഷ്യം? അല്ല. അറിവിന്റെ ലക്ഷ്യം അത് കർമ്മപദത്തിൽ കൊണ്ടുവരിക, അത് അമലാക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അതിന്റെ പരിപൂർണത, നമ്മൾ ആദ്യം പറഞ്ഞ തൗഹീദിന്റെ പരിപൂർണത പോലെ ജീവിതത്തിന്റെ പരിപൂർണത സംഭവിക്കുന്നത് ഈ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. അമല് ചെയ്യാൻ പ്രോത്സാഹനം, ഇൽമ് ലഭിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ അമല് നമ്മുടെ മേലെ നിർബന്ധമാണ്. അതല്ലെങ്കിൽ ആ ഇൽമ് നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസറിൽ കാണാം, ഹുതിഫ ബിൽ ഇൽമി അൽ അമൽ, ഇൽമ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അമലുമായിട്ടാണ്. ഇൽമ് വിളിക്കുന്നത് അമലിനെയാണ്. ഫൈൻ അജാബഹു വഇല്ല ഇർതഹല, ആ ഉത്തരം ചെയ്തില്ല എങ്കിൽ, അമൽ ഉത്തരം ചെയ്തിട്ടില്ല എങ്കിൽ ഇൽമ് വിട്ടുപോകും. അതായത് ഇൽമ ഉണ്ടായിട്ട് പിന്നെ അമല് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഇൽമ എന്താണ്? അത് അവനിൽ ഉണ്ടാവില്ല, ഉപകരിക്കുകയില്ല, യാതൊരു ഗുണം അതുകൊണ്ടുണ്ടാകാനും പോകുന്നില്ല. ഹദീസ് പഠിക്കുന്ന മുൻഗാമികൾ ഹദീസിനെ പഠിക്കാൻ വേണ്ടി ഹിഫ്ളിന് പോലും അവർ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം അമലാക്കലാണ്. ഇമാം ശഅബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഹദീസ് വിദ്യാർത്ഥികൾക്കിടയിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ്, കുന്നാ നസ്തഈനു അലാ ഹിഫ്ളിൽ ഹദീസ് ബിൽ അമലി ബിഹി, ഞങ്ങൾ ഹദീസ് ഹിഫ്ളാക്കാൻ വേണ്ടി ഞങ്ങൾ സഹായം തേടിയിരുന്ന രീതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഒരു ഹദീസ് കേട്ടു, ആ ഹദീസ് ഹിഫ്ളാക്കണം. അന്ന് കാലത്ത് ഹദീസ് ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ സനദ് ഹിഫ്ളാക്കണം. നബിസ്വല്ലല്ലാഹു നിന്ന് ഇന്ന സഹാബി കേട്ടു, ഇന്ന താബി കേട്ടു, ഇന്ന ആള് കേട്ടു, അതിന്റെ വേറെ ഒരുപാട് തുർക്കുകൾ വന്നിട്ടുണ്ടാവും. അതെല്ലാം ഹിഫ്ളാക്കി വെക്കണം. അതിനവർ ചെയ്യാറുള്ള മാർഗം എന്താണോ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അമലാക്കും, അത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് കാണാം. അബൂദർദാ റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു അസർ കാണാം, ഇന്നക ലൻ തകൂന ആലിമൻ ഹത്താ തകൂന മുതഅല്ലിമൻ, നീ ഒരു വിദ്യാർത്ഥിയാകാതെ നിനക്കൊരു പണ്ഡിതനാകാൻ സാധിക്കില്ല. ഒരിക്കലും ആവില്ല വിദ്യാർത്ഥിയാകാതെ ഒരാൾ പണ്ഡിതനാകില്ല. വലൻ തകൂന മുതഅല്ലിമൻ ഹത്താ തകൂന ആമിലൻ ബിമാ തഅല്ലംത, നീ പഠിച്ച കാര്യം അമലാക്കാതെ നിനക്കൊരു വിദ്യാർത്ഥിയാകാനും പറ്റൂല. നീ ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയാകണമെങ്കിൽ എന്താവണം? പഠിച്ചാൽ മാത്രം മതിയോ? പോരാ, പഠിച്ചത് കർമ്മത്തിൽ കൊണ്ടുവരികയും വേണം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അമല് മാത്രമേ നമ്മോടൊപ്പം പരലോകത്തുണ്ടാവുള്ളൂ. ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം.
ഉറപ്പായിട്ടും ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്, നമ്മൾ ഇന്ന് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആള് നമ്മുടെ ഉമ്മയായാലും, അഥവാ ശർഈ ആയിട്ടുള്ള അല്ലാഹു റസൂൽ ഒഴികെ ഉമ്മയായാലും വാപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു എന്ത് കാര്യമാണെങ്കിലും അത് നമ്മെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടുപോകും. ഈ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇവർ നമ്മോടൊപ്പം ഉണ്ടാകും എന്നൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസലു ഇബ്നു ആദമ വമാലിഹി വഅമലിഹി, ഒരു മനുഷ്യന്റെയും അവന്റെ സമ്പത്തും അതുപോലെ തന്നെ അവന്റെ കർമ്മങ്ങളും അവന്റെ കുടുംബക്കാരനൊക്കെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസലു റജുലിൻ ലഹു സലാസതു അഖില്ലാ, ഒരു വ്യക്തി അവന് 3 സഹോദരങ്ങളുണ്ട്, അവനെ പോലെയാണ്. എന്നിട്ട് പറയാണ്, ഖാല ലഹു അഹദുഹും, അതിൽ ഒന്നാമത്തെ സഹോദരൻ ഈ വ്യക്തിയോട് പറയും, അന മഅക മാ ദുംത ഹയ്യൻ, നീ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഫൈദാ മിത്ത ഫലസ്തു മിന്നി വലാ അന മിൻക, നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നീയുമായോ നിനക്ക് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, നമ്മുടെ ബന്ധം എന്താവും, അവിടെ മുറിഞ്ഞു പോകും. ഫദാലിക മാലുഹു, അതവന്റെ സമ്പത്താണെന്ന് പറഞ്ഞു. അഥവാ സമ്പത്ത് പറയും, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബന്ധമല്ല, അതുവരെ ഞാൻ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. വഖാൽ ആഖർ, രണ്ടാമത്തെ സഹോദരൻ ഇയാളോട് പറഞ്ഞു, അന മഅക ഫഇദാ ബലഗ്ത ഇലാ ഖബ്രിക ഫലസ്തു മിന്നി വലസ്തു ലക്, ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും, നിങ്ങളൊപ്പം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളും തമ്മിലൊരു ബന്ധമല്ല. ഫദാലിക വലദുഹു, അത് അയാളുടെ മകനുമാണ് എന്ന് പറഞ്ഞു. വഖാൽ ആഖർ, മൂന്നാമത്തെ ആള് സഹോദരനോട് ആളോട് പറയാണ്, അന മഅക ഹയ്യൻ വമയ്യിതൻ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകും. ഫദാലിക അമലുഹു, അതവന്റെ അമലാണ് എന്ന് പറയാണ്. അപ്പൊ അമല് മാത്രമേ നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. ഖബറിൽ നമ്മൾ ഒറ്റക്കാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അവിടെ നമ്മോടൊപ്പം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഠിച്ച ഇൽമ് അമലാക്കണം. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ എത്ര അറിവ് നമുക്ക് ഉണ്ടാവും, അതിൽ എത്ര നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ദിക്റുകൾ പഠിച്ചിട്ടുണ്ടാകും, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരാൾക്ക് ബുദ്ധിമുട്ട്. ചില ആളുകൾക്ക് സുന്നത്തായ നോമ്പ് നമുക്കറിയാം, ദാവൂദ് നബിയുടെ നോമ്പ് അറിയാം, പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കോളന്നില്ല. അല്ലെങ്കിൽ തിങ്കളും വ്യാഴം നോമ്പ് നമുക്ക് എല്ലാവർക്കും പറ്റിക്കോളന്ന് അറിയാം, ഇല്ല. പക്ഷെ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും, അപ്പോഴും നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ടാകും. അല്ലെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ പിന്നെ പറയേണ്ടതില്ല, അതല്ലാതെ തന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്ര നഷ്ടപ്പെടുത്തുന്നുണ്ടാവും. അപ്പൊ അമല് ചെയ്യുന്നതിൽ സഹോദരങ്ങളെ, ഇൽമ് നേടിയാൽ, ഇൽമ് നേടൽ ഒന്നാമത്തേത്, അതോടൊപ്പം തന്നെ ഉണ്ടാവേണ്ട കാര്യം എന്താണ്, അമല്. ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ എപ്പോഴും മനസ്സിൽ വേണം, തൗഹീദിന്റെ 2 ഭാഗമാണ് ഇൽമും അമലും എന്നുള്ളത്. അതിനെ നിലനിർത്താൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതേ ഹദീസിന്റെ ആശയത്തിൽ അറിയപ്പെട്ട ഹദീസാണ്, 3 കാര്യങ്ങൾ ഒരു മയ്യത്തിനെ പിന്തുടരും, 2 തിരിച്ചു പോരും, 1 ബാക്കിയാവും. വയബ്ഖ അമലുഹു, അമൽ അവനോടൊപ്പം ബാക്കിയാകുമെന്നുള്ള അറിയപ്പെട്ട ഒരു കാര്യം. ഇനി ഈ അമല് ചെയ്തിട്ടില്ല എങ്കിലോ, നമ്മൾ ഇൽമുണ്ടായിട്ട് അല്ലെങ്കിൽ അമല് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അലംഭാവം കാണിക്കുകയാണെങ്കിലോ, പരലോകത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മൾ അവസാനമായി നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴാണ് നമ്മൾ ആലോചിക്കണം കേട്ടോ. അവസാനമായി നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചത് എപ്പോഴാണ് എന്നുള്ളത്. നമുക്ക് പ്രതീക്ഷകൾ ഒരുപാടുണ്ടാകും. നാളെ എന്താണ്, അതിൽ അടുത്ത വർഷം എന്താണ്, അതിന്റെ പിറ്റത്തെ വർഷം എന്താണ്, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യും. ഈ പ്ലാനിങ്ങുകളൊക്കെ തകർത്തുകൊണ്ടാണ് മരണം നമ്മുടെ അടുക്കിലേക്ക് വരിക. ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല, ഓർക്കാതിരുന്നിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി ആരാണെന്ന് ചോദിച്ചു. ഈമാനുള്ളവരിൽ ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ, ഏറ്റവും അധികം മരണത്തെ ഓർക്കുന്നവൻ ആരാണോ, പരലോകത്തെ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നവൻ ആരാണോ അവനാണെന്ന് പറഞ്ഞു. മരണത്തെക്കുറിച്ച് ഏറ്റവും സത്യത്തില് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ, അതിൽ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, അള്ളാഹു ഞാൻ മരിക്കുന്നു ജീവിക്കുന്നു, എന്താ ഓർമ്മിപ്പിക്കുന്നത്, ഇതുപോലൊരു മരണം വരാണ്ട് എന്നാ. ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോ നമ്മളെ ദുആ എന്താ, അൽഹംദുലില്ലാഹി ലദി അഹ്യാന, മരണത്തിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അള്ളാഹുവിന് സ്തുതി, അള്ളാഹുവിലേക്ക് ഒരു മടക്കുണ്ട്. രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണ്, മരണത്തെ പറ്റിയിട്ടാണ്. കാരണം ഉറക്കം മരണത്തിന്റെ അഹുൽ മൗത്താൻ ഉറക്കം എന്നാണ്, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം എന്നുള്ളത്. അപ്പൊ പറഞ്ഞത് പരലോകത്തിന്റെ തുടക്കം മുതൽ പിന്നെ ഖേദായിരിക്കും.
നമ്മൾ ഇൽമും അമലും ഇല്ലാത്ത ആളുകളായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ 4 സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അമല് ചെയ്യാൻ വേണ്ടി ദുനിയാവിൽ അവസരം തന്നിട്ട് അറിവ് നേടാനുള്ളതും കർമ്മം ചെയ്യാനുള്ള അവസരം, ഈ 2 കാര്യമാണ് നമ്മുടെ ലക്ഷ്യം. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഈ 2 കാര്യമാണ്. ഇതിനുള്ള അവസരം തന്നിട്ട് അത് ചെയ്യാതെ സമയം അവസാനിക്കുന്ന നിമിഷം മുതൽ 4 സന്ദർഭങ്ങളിൽ ഖേദിക്കുന്ന അല്ലാഹു തആല എടുത്തു പറയാണ്. ഒന്നാമത്തെ എപ്പോഴാണെന്നറിയോ? മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല പറയാണ് ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. മരണത്തെ കാണുന്ന മലക്കുൽ മൗത്തിനെ കാണുന്ന സമയത്ത് അവൻ പറയും, അല്ലാഹ് എന്നെ ഒന്ന് മടക്കണേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് മടക്കണേ എന്ന് പറയും. ഒന്നാമത്തെ മരിക്കുന്ന സമയത്ത് ഖേദായിരിക്കും, എന്റെ അവസരം നഷ്ടപ്പെട്ടല്ലോ. രണ്ടാമത്തേത് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത്, മരിച്ചു കഴിഞ്ഞ് ആ ഖബർ ജീവിതം കഴിഞ്ഞ് ബർസഖിന്റെ ജീവിതം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അല്ലാഹു തആല പറയാണ് വഅൻദിരിൻ നാസ യൗമ യഅതീഹിമുൽ അദാബ്. ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100 ആയത്തുകളാണ്. ഈ ആയത്ത് സൂറത്ത് ഇബ്രാഹിമിലെ 44-ാമത്തെ ആയത്ത്. വഅൻദിരിൻ നാസ യൗമ യഅതീഹിമുൽ അദാബ് ഫയഖൂലുൽ ലദീന ളലമു റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ് നുജിബ് ദഅവതക വനത്തബിഉർ റസൂൽ. ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ തെമ്മാടിത്തരം ചെയ്ത് അമലുകൾ ചെയ്യാതെ പോയ ആളുകൾ പറയും, കുറച്ച് വൈകിപ്പിക്കണ അല്ലാഹ്, ഞങ്ങൾ നീ പറഞ്ഞ പോലെ ജീവിച്ചോളാം, നിന്റെ റസൂലുകളെ പിൻപറ്റിക്കോളാന്ന് പറയും. അള്ളാഹ് തിരിച്ചു വയ്ക്കണം. എന്താ അറിയോ? അവലം തകൂൻ. ഒന്നാമത്തെ ആളുകളോട് പറയും, മരണസമയത്ത് അല്ലാഹു തആല പറയും കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅതൂൻ. ഈ വാക്കിന് ഒരു വിലയില്ല എന്ന് പറഞ്ഞ് അള്ളാഹ് തള്ളും. ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് ഖേദിക്കുന്ന ആളുകളോട് അള്ളാഹു പറയും അവലം തകൂനു അഖ്സംതും മിൻ ഖബൽ മാലക്കും മിൻ സവാൽ. നിങ്ങൾ ഇതൊന്നും മാറിപ്പോവില്ല, അന്ത്യനാളൊന്നും ഉണ്ടാവില്ല പറഞ്ഞ ആളുകളല്ലേ, സത്യം ചെയ്ത് പറഞ്ഞവരെന്തല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവരെയും പറയും. മൂന്നാമത്തെ ഖേദം വിചാരണക്ക് നിൽക്കുമ്പോഴാണ്. മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, വിചാരണക്ക് നിൽക്കുമ്പോ അല്ലാഹു തആല പറയാണ് സൂറത്തു സജ്ദയിലെ 12-ാമത്തെ ആയത്തിൽ വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. അല്ലാഹു തആല പറയാണ് നബിയെ, നീ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ, അള്ളാഹിന്റെ മുമ്പിൽ തല താഴ്ന്നു നിൽക്കുന്ന വിചാരണ സമയത്ത് അവർ പറയും റബ്ബനാ ബുസ്വർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ടു റബ്ബേ, ഞങ്ങൾ ഒന്ന് മടക്കണം, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം പറയും. നാലാമത്തെ ഖേദം, 1 മരിക്കുമ്പോ, 2 ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ, 3 വിചാരണ സമയത്ത്, 4 നരകത്തിൽ കിടക്കുമ്പോ അവർ പറയും. അല്ലാഹു തആല പറയാണ് സൂറത്തു ഫാത്തിറിലെ 36-37 ആയത്തുകൾ വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്വാ അലൈഹിം ഫയമൂതു. കുഫാറുകൾക്ക്, അല്ലാഹുവിനെ നിഷേധിച്ച് ജീവിച്ച ആളുകൾക്ക് നരകമാണ്. അവർക്ക് അവരുടെ മേലൊരു തീരുമാനമായിരുന്നെങ്കിൽ മരിച്ചു പോകായിരുന്നു, അവർക്ക് തീരുമാനാകൂല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. അവർക്ക് ശിക്ഷ ഒരു തരി കുറച്ചു കൊടുക്കൂല. കദാലിക നജ്സീ കുല്ല കഫൂർ. എല്ലാ നിഷേധികൾക്കും അതാണ് ശിക്ഷ. വഹും യസ്തരിഖൂന ഫീഹാ. അവിടെ അവർ നിലവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. റബ്ബേ, ഞങ്ങളൊന്ന് പുറത്താക്കണം, ചെയ്യാതെ പോയ കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയും മരണസമയത്തും ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്തും വിചാരണ സമയത്തും നരകത്തിൽ കിടക്കുമ്പോൾ അവർ പറയുന്നത് കുറച്ചുകൂടി സമയം നൽകണേ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്തോളാം. കുറച്ചുകൂടി സമയം നൽകണേ, നമ്മൾ സൽക്കർമ്മം. അവർ ചോദിച്ച കാര്യം നമുക്ക് ഇന്നുണ്ട്. ഇതിൽ ചോദിക്കുന്ന കാര്യം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിലതാ. സൽഫുകൾപ്പെട്ട ഒരാള്, ഒരു ചെറുപ്പക്കാരങ്ങനെ തെമ്മാടിയായി ജീവിക്കുന്ന ചെറുപ്പക്കാരനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരു മക്ബറയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഖബറിന്റെ അടുത്ത് എത്തിയപ്പോൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ ഖബർ കിടക്കുന്ന ആളിപ്പോ എന്താ ആഗ്രഹിക്കുന്നുണ്ടാവുക ചോദിച്ചു. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇപ്പൊ ഒന്നുകൂടി തിരിച്ചു വന്നിട്ട് കുറച്ചുകൂടി സൽക്കർമ്മം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പാപങ്ങളൊക്കെ തൗബ ചെയ്തിട്ടൊക്കെ ഒന്ന് മരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അത് ആഗ്രഹിക്കുന്നുണ്ടാവുക പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, ഇപ്പോ അവൻ ആഗ്രഹിക്കുന്നതിലാണ് നീ ഉള്ളത്, ഖബറാളികൾ ആഗ്രഹിക്കുന്നതിലാണ് നമ്മളുള്ളത്. നാളെ നമ്മൾ ഇത് ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പറ്റുമോ? അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ മാറണം. നരകത്തിലുള്ള ആളുകൾ ഇത് പറയും. അപ്പൊ അല്ലാഹു തആല മറുപടി പറയുന്നത് എന്താ അറിയോ? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ. എന്നിട്ട് പറയും വജാഅകുമുൻ നദീർ. ഒരു താക്കീതുകാരൻ വന്നില്ലേ. ഈ നദീർ എന്നുള്ള പദത്തിന്റെ തഫ്സീറുകളിൽ ഒന്ന് റസൂൽ എന്നുള്ളത്, വേറെ തഫ്സീർ എന്താ അറിയോ? നര ബാധിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നര വന്നിരുന്നില്ലേ? ചില തഫ്സീറിൽ നിങ്ങൾക്ക് രോഗം വന്നിരുന്നില്ലേ, വാർദ്ധക്യം വന്നില്ലേ, അഥവാ മരണം വരും എന്നുള്ളതിന് നിങ്ങൾക്ക് താക്കീതുകാര് വന്നില്ലേ.
ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, നിങ്ങൾ ആസ്വദിച്ചോളൂ, നിങ്ങൾക്കൊരു സഹായി ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹു തആല അവരെയും ഒഴിവാക്കും. ആലോചിക്കും, അങ്ങനെ ഒരു ഖേദം വരുന്നൊരവസ്ഥ, അങ്ങനെ ഒരു ഖേദം വരുന്ന അവസ്ഥ നമുക്ക് ഒരിക്കലും തിരിച്ചു പിന്നെ കിട്ടൂല, ഒരിക്കലും തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് ഈ ഒരു സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടും. എന്തൊക്കെ തിരക്കുകൾ നമ്മൾ ഇത് കഴിഞ്ഞ് പോയാലും, എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഈ ചിന്ത ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ്, ജീവിത ലക്ഷ്യത്തിന്റെ കാര്യമാണ്, പരലോകത്തിന്റെ കാര്യമാണ്. നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഒഴിവാക്കേണ്ട ഒരു പാപം ഉണ്ടാവും, മാറ്റേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ ഉണ്ടാവും. ആരും തികഞ്ഞിട്ടില്ല, ആരും പരിപൂർണമായിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു ഖബർ കണ്ട് കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു ഞാൻ മുനാഫിഖാണോ എന്ന് ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു രാത്രി നിസ്കാരത്തിൽ ദുനിയാവെ എന്നെ വിട്ടുവോ, നിന്റെ ശഹവത്തുകൾ എന്നിലേക്ക് കൊണ്ടുവരില്ലേ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നിന്ന് നിസ്കരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഖുർആൻ ഓതുമ്പോഴേക്ക് കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ എപ്പോഴോ സ്വർഗത്തിലാണെന്ന് ഉറപ്പുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കണം. അതിന്റെ അടിസ്ഥാനം ഇതാണ്, ഇൽമും അമലുമാണ് അടിസ്ഥാനം. ഖബർ കിടക്കുമ്പോ ഇതില്ല എങ്കിൽ വേറെ ഒന്നും ഉണ്ടാവൂല. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അലി റളിയല്ലാഹു അൻഹു സിഫീൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ച് കൂഫയിലെത്തിയ സമയത്ത് കൂഫയിൽ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച സ്വഹാബിയാണ്. പൊള്ളിച്ച് പുറത്തൊക്കെ തീ കൊണ്ട് കനലിട്ട് പൊള്ളിച്ചിട്ടും ഉറച്ചു നിന്ന സ്വഹാബിയാണ്. അത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ട്. ആ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ഖബർ കണ്ടിട്ട് ഒരുപാട് ത്യാഗം സഹിച്ച ആളാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മഖ്ബറയുണ്ട്. മഖ്ബറ നോക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. അത് അവരോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ അഹ്ല ദിയാൽ മുഅ്മിനീന ഇൻഷാ അല്ലാഹു ലഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ, ഏ ഖബറാലികളെ, അമ്മ സൗജാതു ഫഖദ് നുകിഹത്, നിങ്ങളുടെ ഭാര്യമാരായിരുന്നവരൊക്കെ ഇവിടെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, നിങ്ങളുടെ സമ്പത്തൊക്കെ എന്തായിട്ടുണ്ട്, ആളുകളോ വീതം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തൊക്കെ മക്കളും അവരൊക്കെ ആയിട്ട് വീതം വെച്ചെടുത്തിട്ടുണ്ട്. വമ്മ ദിയാറു ഫഖദ് സുക്കിനത്, നിങ്ങൾ ആഗ്രഹിച്ച് കൊതിച്ചുണ്ടാക്കിയ നിങ്ങളുടെ വീട്ടിലൊക്കെ വേറെ ആൾക്കാർ താമസം തുടങ്ങിയിട്ടുണ്ട്. ഹാദാ ഖബറു മാ ഇൻദനാ, ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത അതാണ്. ആലോചിച്ച് നോക്കണം, ഖബറാളികളോട് വിളിച്ച് പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത ഏതാണ്, നിങ്ങൾക്ക് അറിയാണ്ട ഉണ്ടാവുമല്ലോ, എന്റെ ഭാര്യ എവിടെ, കുട്ടികളെവിടെ, ഞാൻ ഉണ്ടാക്കിയ വീട് എവിടെ, കാർ എവിടെ, സമ്പത്ത് എവിടെ അറിയണമല്ലോ, ഞങ്ങൾക്ക് ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, വമാ ഖബറു മാ ഇൻദകും, ഞങ്ങളെ അറിയിക്കാനുള്ള വാർത്ത എന്താ നിങ്ങളുടെ അടുക്കലുള്ളത്, ഞങ്ങളോട് എന്താ അറിയിക്കാനുള്ളത്. എന്നിട്ട് അലി റളിയല്ലാഹു നേരെ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് തിരിഞ്ഞിട്ട് പറഞ്ഞു, അവരെങ്ങാനും സംസാരിച്ചിരുന്നുവെങ്കിൽ, അവരെങ്ങാനും ലൗ അന്നഹും ലതകല്ലമു, അവരെങ്ങാനും സംസാരിച്ചിരുന്നെങ്കിൽ, ലൗ അന്നഹും തകല്ലമു ലഖാലു, അവർ പറയുമായിരുന്നു, വജദ്നാ ഖൈറസ്സാദി തഖ്വ, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും നല്ല വിഭവം തഖ്വയായിരുന്നു എന്ന്. ഏറ്റവും നല്ല പാതേയം തഖ്വയായിരുന്നു. ഇൽമും അമലും ഉണ്ടെങ്കിലേ തഖ്വ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനത് പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിലെ മറ്റെന്ത് കാര്യത്തിനേക്കാളും പ്രാധാന്യമുള്ള കാര്യം എന്താണ്? ഇൽമും അമലുമാണ്. അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇൽമ് നേടാനും അത് പ്രാവർത്തികമാക്കാനും ഒരു സമയം നമ്മൾ കണ്ടെത്തന്നെ വേണം. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നോ അതിനുവേണ്ടി സമയം കണ്ടെത്തും. അവസാനമായ ഒരു ആയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടുള്ള നേട്ടം അല്ലാഹു തആല സൂറത്തു നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ പറഞ്ഞു, മൻ ആമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ, വഹു മുഅ്മിനുൻ, ഈമാനോടുകൂടി. ഈമാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇൽമ്. പണ്ഡിതന്മാർ രണ്ടിനെയും ഒരു പദത്തിൽ പറയാറുണ്ട്. അപ്പൊ ഇൽമും അമലും ആരാണോ ചെയ്യുന്നത്, ഈമാനും സൽക്കർമ്മങ്ങളും ആരാണോ ചെയ്യുന്നത്, ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായ ജീവിതം അവന് നൽകും. അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും സമാധാനമുള്ള, നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല എന്നല്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നല്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നല്ല, കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല എന്നല്ല, ഹയാത്തും ത്വയ്യിബ, ഇതൊക്കെ ഉണ്ടെങ്കിലും വിശിഷ്ടമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകും അവിടെ. അതാണ് വ്യത്യാസം. ഓരോന്നിനും സ്വീകരിക്കുന്ന അവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാകും. എല്ലാ രീതിയിലും വിശിഷ്ടമായ ജീവിതങ്ങൾക്കുണ്ടാവും. ഒരിക്കലും ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും അതിന്റെ മേലെ സംഘർഷം അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല.
പരലോകത്തോ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഈ ആളുകൾ ചെയ്തതിനുള്ള ഏറ്റവും മഹത്തായ പ്രതിഫലം, ആ നിലക്കുള്ള പ്രതിഫലം പരലോകത്ത് അല്ലാഹു തആല നൽകുകയും ചെയ്യും. അപ്പൊ പറഞ്ഞതിന്റെ ആകത്തുക നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ജീവിതത്തിന്റെ ലക്ഷ്യം, സൃഷ്ടിപ്പിന്റെ കാരണമായി അല്ലാഹു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൽമും ഒന്ന് അമലുമാണ്. ഇൽമ് സൂറത്തു തലാഖിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അമല് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇൽമിന്റെ ഫضല് ഖുർആനിലും ഹദീസിലും സഹാബികളുടെ വാക്കിലും ധാരാളം വന്നിട്ടുണ്ട്. അമല് ചെയ്യേണ്ടത്, ഇൽമ് നേടുന്നത് അമല് ചെയ്യാനാണ്. അമല് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ അമല് ചെയ്യാതെ പോകുന്നവർക്ക് നാളെ പരലോകത്തുണ്ടാകുന്ന ഖേദം അല്ലാഹു തആല ഖുർആനിലൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല, തിരിച്ച് ഈ അവസരം നമുക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് ദുനിയാവും പരലോകവും രക്ഷപ്പെടണോ, സമാധാനമുള്ള ജീവിതം വേണോ, പരലോകത്ത് റാഹത്തായിട്ടുള്ളൊരു മടക്കം വേണോ, നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ മുറുകെ പിടിക്കുക. ഇൽമ് നേടാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ ഉദ്ദേശിക്കുക, നമ്മൾ നിയ്യത്ത് വെക്കുക, ഉറച്ച തീരുമാനം വെക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മെ ഓരോരുത്തരെയും ഈ പറഞ്ഞ ആളുകളിൽ ഉൾപ്പെടുത്തുകയും അഥവാ ഇൽമും അമലുമുള്ള ആളുകളിൽ ഉൾപ്പെടുത്തുകയും ദുനിയാവിൽ വിശിഷ്ടമായ ജീവിതവും പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലവും ലഭിക്കുന്ന സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവനെ കാണുന്ന, അവനെ നേരിട്ട് കാണുന്ന ഏറ്റവും വലിയ സ്വർഗത്തിലെ ആസ്വാദനം ആസ്വദിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.